അച്ഛാ, നാളെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജോത്സ്യനെ കണ്ട് കല്യാണത്തിനെ പറ്റി നല്ലൊരു മുഹൂർത്തം നോക്കണം. ജാതകമൊന്നും നോക്കണ്ട. ജാതക പൊരുത്തത്തേക്ക് ഇവർ തമ്മിലുള്ള മനപ്പൊരുത്തം ഒരുപാടുണ്ട്. അത് മതി. പറ്റിയ പെട്ടെന്ന് തന്നെ ഇവരുടെ കല്യാണം നടത്തണം. ഇന്നധികം താമസിപ്പിക്കണ്ട. ബാലനോട് സംസാരിച്ച ശേഷം അവൾ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ വന്ന് തന്റെ ദേഹത്ത് അള്ളിപ്പിടിക്കുന്ന പോലെ തോന്നി നന്ദുവിന്. നോക്കിയപ്പോൾ വയറിലൂടെ രണ്ട് കൈയെ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കണ്ടു. സോറി നന്ദു, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. അപ്പോഴത്തെ ദേഷ്യത്തിലും വാശിക്കും പറഞ്ഞു പോയതാ. പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നോട് പറഞ്ഞ ഓരോ വാക്കുകൾ ഓർക്കെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തേ. സ്വന്തം ജീവിതം പോലും നീ എനിക്കായി വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. നിന്നെ ആർക്ക് തള്ളി പറഞ്ഞാലും ഞാൻ കൂടെ നിൽക്കണമായിരുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എല്ലാം തെറ്റി. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. നിനക്ക് എന്നുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞാൻ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആളെ നഷ്ടപ്പെടുമ്പോൾ മാത്രമോ അതിൻ്റെ വേദന എത്രയെന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ചു നേരം കൊണ്ട് ആ വേദന എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് നിനക്ക് എത്രമാത്രം വേദനിച്ചിരിക്കണം. മനസ്സിൽ ദേവേട്ടനുള്ള ഇഷ്ടം വെച്ചിട്ട് മറ്റൊരാൾക്ക് നൽകാൻ നീ തയ്യാറായി. സത്യം പറഞ്ഞ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നീ അനുഭവിച്ചതിൻ്റെ ആഴം. അതിൻ്റെ കൂടെ ഞാൻ കൂടി നിന്നെ വേദനിപ്പിച്ചു. ഒരാശ്വാസവാക്ക് പോലും പറയാൻ ഞാൻ തയ്യാറായില്ല. നീ പറഞ്ഞ കണ്ണേട്ട് മറത്തൊന്നും പറയാതെ മറ്റൊരു കല്യാണം തയ്യാറാവും. എന്നിട്ടും നീ അത് ചെയ്തില്ല. നിന്റെ ഏട്ടൻ്റെ സന്തോഷം അതാണ് നിനക്ക് വലുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനോ, എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ നീ മാത്രമായിട്ടും അതൊന്നും കാര്യമാക്കാതെ ആ വേണിയായിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഏട്ടനെ നിർബന്ധിച്ചു. അവളുടെ കൂടെ കൂടി നിന്നെ ഞാൻ കളിയാക്കി. അപ്പോഴൊക്കെ നിനക്ക് പറയായിരുന്നു എനിക്ക് വേണ്ടിയായിരുന്നു നീ ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷെ നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സോറി നന്ദു, സോറി. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. ഞാൻ സോറി പറഞ്ഞതുകൊണ്ട് മാത്രം നിന്റെ മനസ്സിലേറ്റ മുറിവ് മായുകയില്ല. എന്നാലും ഞാൻ ചെയ്തതിനും പറഞ്ഞതിനും എല്ലാം മാപ്പ്. ദേവുവിൻ്റെ കണ്ണുനീർ നന്ദുവിൻ്റെ പുറത്തേക്ക് പതിഞ്ഞുകൊണ്ടിരുന്നു. അവളോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിലും എന്തോ മനസ്സതിന് സമ്മതിച്ചില്ല. ദേവു പറഞ്ഞത് കേട്ട് നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അവളത് ആരും കാണാതെ മറിച്ചു പിടിച്ചു. ദേവുവിൻ്റെ കൈ വിടിയിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവൾ പോകുന്നത് കണ്ണീരോടെ ദേവ് നോക്കി നിന്നു. ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ദേവേട്ടാ, അവക്ക് എന്നോട് ദേഷ്യമാണോ? അതാണോ ഒന്നും മിണ്ടാതെ പോയത്? ദേവു കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ദേഷ്യമല്ല മോളെ, അത് പരിഭവമാ. നീ അവളെ മനസ്സിലാക്കാതെ പോയതിൻ്റെ പരിഭവം. നിന്നോട് സംസാരിക്കണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾക്കത് കഴിയുന്നില്ല. നിന്നോട് പഴയതുപോലെ പെരുമാറാൻ, നമ്മുടെ പഴയ നന്ദു ആവാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും. അത് നിന്റെ നന്ദുവാണ്. അവൾക്ക് നിന്നോട് അധികകാലമൊന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടി മുഖമൊക്കെ കഴുകിപ്പോയി കിടന്നുറങ്ങാൻ നോക്ക്. തൽക്കാലം അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദേവൻ അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ബാലനോട് നാളെ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച അവനും മുറിയിലേക്ക് പോയത്. ദേവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ദൂരത്തേക്ക് മിഴികൾ പായിച്ച് നിൽക്കുമായിരുന്നു നന്ദു. താൻ വന്നതുപോലും അറിയാതെ കാര്യമായിട്ട് എന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുന്നവളെ കണ്ടപ്പോഴേ നേരത്തെ താഴെ നടന്ന കാര്യങ്ങളാണ് മനസ്സിലെന്ന് അവന് മനസ്സിലായി. ഒന്നും വേണ്ടാതെ പതിയെ അവളുടെ പുറകിൽ ചെന്ന് അവളുടെ വയറിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അതാഗ്രഹിച്ചെന്ന പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. എന്താടോ, കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ എൻ്റെ കുഞ്ഞിത്തലയ്ക്കകത്ത്? ഒന്നുമില്ലെന്ന് പറഞ്ഞ കള്ളാവും ദേവേട്ടാ. ഞാൻ കണ്ണേട്ടനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ദേവുവിന് ഏട്ടനെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും ഞാൻ താഴെ വെച്ച് അങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ ഏട്ടനെന്തിനാ അത് സമ്മതിക്കാൻ പോയേ? അപ്പോൾ ഏട്ടനങ്ങനെ പറഞ്ഞപ്പോൾ ദേവു
അവൾക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. ഏട്ടനെ വിശ്വസിച്ചല്ലേ അവൾ ജീവിക്കുന്നത്. അവർ തമ്മിലുള്ള ഇഷ്ടത്തിന്റെ കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞാണെന്ന് ഏട്ടനെ ചിന്തിച്ചാൽ പോരെ? ചിലപ്പോ നീ കാര്യമായിട്ട് പറഞ്ഞെന്ന് കരുതി കാണുന്നതു. അങ്ങനെയാണെങ്കിൽ പോലും സ്നേഹിച്ച പെണ്ണെ കൈയൊഴിയോ? അത് ശരിയാണോ? ഞാൻ ദേവുവിനെ ചെറിയൊരു ഡോസ് കൊടുക്കണം എന്നേ കരുതിയുള്ളൂ. കല്യാണത്തിനന്ന് അവളെല്ലാം അറിഞ്ഞാൽ മതി എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയേ. ഞാൻ അങ്ങനൊരു കാര്യം പറയുമ്പോൾ ഏട്ടൻ എതിർക്കും എന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഏട്ടൻ എന്നെ തോൽപ്പിച്ചു. എൻ്റെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന മട്ടി നിന്നു. അങ്ങനെയാണെങ്കിലും മായ്ച്ചു കളയാൻ പറ്റുന്നതാണോ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം? എൻ്റെ നന്ദു, നീ ഇതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ആലോചിച്ച് ഇപ്പോൾ ഉള്ള മനസ്സമാധാനം കളയണ്ട. കണ്ണന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞ എന്താന്ന് അവനെ അറിയൂ. അത് നാളെ തന്നെ ഞാൻ അവനോട് ചോദിച്ചോളാം. ഇപ്പം അതൊന്നുമല്ല പ്രശ്നം. നീ എന്താ ദേവുവിനോട് മിണ്ടാത്തേ? അവക്ക് നല്ല വിഷമമുണ്ട്. നിന്നോട് പറഞ്ഞത് കോർത്ത് എപ്പോഴും ഇരുന്ന് കരയുവാ. നിനക്ക് അവളോടൊന്ന് സംസാരിച്ചൂടെ? അതെനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദേവേട്ടാ, അവളോട് സംസാരിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ ഒന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നു. അവൾ പറഞ്ഞ വാക്കുകളൊന്നും എൻ്റെ മനസ്സിലില്ല. എന്നെ എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം ദേവേട്ടനുള്ള ഇഷ്ടം കൊണ്ടാ അവൾ പറഞ്ഞതാണ്. ദേവേട്ടന് വിഷമം കണ്ടപ്പോൾ അതവൾക്ക് എന്നോട് ദേഷ്യമായി. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഒരു തരി പോലും അവക്കെന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് ഓർത്തുള്ള ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. അധികം നാളൊന്നും അവളോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും അവളോട് സംസാരിക്കണം, പഴയതുപോലെ ആവണം. എനിക്കതിനെ കുറിച്ചുകൂടി സമയം വേണം. എന്തായാലും അവളുടെയും കണ്ണേൻ്റെയും കല്യാണത്തിന് മുന്നേ ഞാൻ അവളുമായിട്ട് എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കും. അതുപോരെ? അത് മതി. നിങ്ങൾ രണ്ടും ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് കാണാൻ ഒരു രസവും ഇല്ല. എൻ്റെ നന്ദു പഴയതുപോലെ ആവണം. നിന്റെ കുറുമ്പും വാശിയൊക്കെ കാണാനാ എനിക്കിഷ്ടം. അവൻ പതിയെ അവന് ഏറെ ഇഷ്ടമുള്ള അവളുടെ കഴുത്തിലെ മറുകിനെ ചുംബിച്ചു. അവളൊന്ന് പൊള്ളി പിടഞ്ഞുപോയി. ശരീരാകെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അവളുടെ കഴുത്തിലാകെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു. അവൾക്ക് ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി. അവൻ വീണ്ടും അവളുടെ മറുകിനെ ചുംബിച്ചുകൊണ്ടിരുന്നു. പതിയെ അവിടെ ആകമാനം നുണഞ്ഞു കടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. ദേവേട്ടാ. അവളുടെ ആ വിളി അവൻ്റെ അണ്ണെ ഉണർത്താനുള്ള കെൽപ്പുള്ളതായിരുന്നു. അവൻ അവളുടെ പെണ്ണിനെ അറിയുവാനും മനസ്സ് തുടിച്ചു. ഒട്ടും പറ്റാതെ വന്നപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് അവനെ ആഞ്ഞു പുണർന്നു. അവനോട് ചേർന്ന് നിന്ന് കിതപ്പടക്കാൻ നന്നായി മാടുപെട്ടു നന്ദു. അവനവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നിന്നിൽ അലിങ്ങിച്ചേരാൻ തോന്നാൻ നന്ദു എനിക്കിപ്പോ. നിന്നിലെ ഓരോ അണുവിനെയും എനിക്കറിയണം. നിന്നെ എൻ്റേത് മാത്രാക്കി മാറ്റട്ടെ ഞാൻ. അവളുടെ മുഖം ബലം പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ നാണത്തിൽ കലർന്ന പുഞ്ചിരി അവന് സമ്മാനിച്ചു. അതുമാത്രം മതിയായിരുന്നു അവന്. അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിനകത്തേക്ക് നടന്നു. അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ കണ്ണടച്ച് കിടക്കുമായിരുന്നു അവള്. മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും നോക്കി കാണുമായിരുന്നു അവൻ. അവൾ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടം കണ്ട് അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. അവനിട്ടിരുന്ന ഷർട്ട് ഊരി നിലത്തേക്ക് എറിഞ്ഞു. അവളുടെ മുകളിലായി ഇരുവശവും കൈകുത്തി നിന്നു. അവളുടെ നെറ്റിയിലും ചുണ്ടിനു മുകളിലും പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ കാണേ അവനതിനെ നുണഞ്ഞെടുക്കാൻ തോന്നി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. പിന്നെ നാസികത്തുമ്പിൽ, പിന്നെ അവളുടെ മേൽചുണ്ടിൽ, പിന്നെ വിയർപ്പ് തുള്ളികളെ അവൻ ഒന്നും നുണഞ്ഞെടുത്തു. അവൾക്ക് ശരീരം തളർന്നതുപോലെ തോന്നി. അവനെ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ആ AC-യുടെ തണുപ്പിലും അവൾ വെട്ടി വിയർത്തു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും കാണേ അവൻ ഒന്ന് ചിരിച്ചു. അപ്പോഴും അവൾ കണ്ണടച്ച് കിടക്കുമായിരുന്നു. നന്ദു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഊതി വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അപ്പൊ തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവനെ ഷോൾഡറിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ പതിയെ അവളുടെ ഇരു ചുണ്ടുകളെയും നുണഞ്ഞെടുത്തു. വളരെ മൃദുലമായി അവൻ അവളെ തേൻ നുകർന്നിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകവേ ഏതോ മാത്രയിൽ അവൾ അവനെ തിരികെ ചുംബിച്ചു.
ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം കോർത്തു നുണഞ്ഞു. ആ ചുംബനം മൃദുവിൽ നിന്നും വന്യതയിലേക്ക് മാറാൻ അധികം നേരം വേണ്ടി വന്നില്ല. അവൻ്റെ ചുണ്ടും നാവും അവളുടെ ചുണ്ടുകളെ കടന്ന് നാവിലെത്തി. അവൾ ഒന്നേങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ നാവിനെ കോർത്തു വലിച്ചു. അവളിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിച്ചതും അവൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു കണ്ടു. അപ്പോഴും അവൾ കണ്ണടച്ച് കിടക്കുമായിരുന്നു. അവന് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പൊന്നു മാറിയതും അവൾ പതിയെ കണ്ണു തുറന്നു. അവനെ നോക്കിയതും അവൻ്റെ കണ്ണിലെ ഭാവം കണ്ട് അവൾ തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു. അവൻ പതിയെ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളെ ഒന്ന് കടിച്ചു നുണഞ്ഞു. അവളിൽ നിന്നുയരുന്ന ശിൽക്കാരങ്ങൾ പോലും അവനിലെ ആളെ ഉണർത്താൻ കേൾപ്പുള്ളവയായിരുന്നു. അവൻ അവളുടെ കഴുത്തിൽ ആകമാനം ചുംബനം കൊണ്ട് മൂടി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവളുടെ ടോപ്പിനെ വകഞ്ഞു മാറ്റി അവളുടെ വയറിൽ തലോടാൻ തുടങ്ങി. അവൻ്റെ കൈകളുടെ ചൂടിൽ അവൾ ഉരുക്കി ഒലിച്ചു. അവളുടെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ടത് തൻ്റെ പ്രണയച്ചൂടിൽ ചുമന്ന് കിടക്കുന്ന തൻ്റെ പെണ്ണിനെയായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റിരുന്ന് അവളുടെ ടോപ്പിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിയിരുന്നു. തൻ്റെ മുന്നിൽ അർദ്ധനഗ്നിയായിരിക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ ഉയർന്നു താഴ്ന്ന കുഞ്ഞുമാറിടങ്ങളിലേക്ക് അവനൊന്ന് നോക്കി. ദേവേട്ടാ, അവൻ നോക്കുന്നത് കണ്ട് അവൾ കുറുമ്പോടെ വിളിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവൾ അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു. അവൻ അവളുടെ കഴുത്തിൽ മുഴുവൻ ചുണ്ടുകൾ ചേർത്തു. അവൻ അവളുടെ കഴുത്തിൽ നിന്നും ചുണ്ടുകൾ നാം വേർപ്പെടുത്തി അവളുടെ മാറിടത്തിലേക്ക് മുഖം അമർത്തി. അവൻ അവളുടെ ഇന്നറിന് മുകളിൽ കൂടി അവളുടെ മാറിടങ്ങളെ ചുംബിച്ചു. വലതുമാറിൽ അവൻ്റെ ചുണ്ടുകൾ പതിയുമ്പോൾ ഇടതുമാറിൽ അവൻ്റെ കരങ്ങൾ അമർന്നിരുന്നു. അവൻ അവളുടെ ഇരുമാറിനെയും ചുംബിച്ചുണർത്തി. നിമിഷങ്ങൾ കടന്നു പോകവേ അവൻ അവളുടെ പുറകിൽ കൂടി കൈയിട്ട് അവളുടെ ഇന്നറിന്റെ ഹുക്ക് അഴിച്ചു മാറ്റി. അവയെ അവളുടെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. അവളുടെ കരങ്ങൾ അവൻ്റെ നഗ്നമായ പുറത്ത് അമർന്നിരുന്നു. അവൻ പതിയെ അവളുടെ ഇരുമാറുകളെയും നഗ്നമാക്കി നുണഞ്ഞു. പതിയെ അവളെ വേദനിപ്പിക്കാത്ത വിധം അവളുടെ പല്ലുകൾ ആഴ്ത്തി. അവളിൽ നിന്നും ശിൽക്കാർ ഉയർന്നു. അവളുടെ കഴുത്തും മാറിടങ്ങളും ചുണ്ടുകളും അവൻ ഉമിനീരിനാൽ കുതിർന്നു. നിമിഷങ്ങൾ കടന്നതും അവൾ പതിയെ താഴേക്കും നഗ്നായി. അവനും തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വേർപ്പെടുത്തി. അവൻ അവളുടെ മാറിൽ നിന്നും താഴത്തേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൻ അവളുടെ നാവിച്ചുടി ചുംബിച്ചു. അവയെ നാവുകൾ കയറ്റി നുണഞ്ഞെടുത്തു. അവൾ അവൻ്റെ തലമുടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. അവൻ അവളുടെ വയറിൽ നിന്നും മുഖം ഉയർത്തി അവളുടെ ചുണ്ടുകളെ വീണ്ടും നുണയാൻ തുടങ്ങി. പതിയവൾ അവൻ്റെ ചുംബനത്തിൽ ലയിച്ചതും അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് അവളിലേക്ക് പതിയെ അരക്കെട്ട് ചലിപ്പിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. അവളുടെ ശിൽക്കാരം ആ മുറിയിൽ ഉയർന്നു കേട്ടു. ഏറെ നേരത്തിനൊടുവിൽ അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട് പുതപ്പിൽ രണ്ട് ശരീരവും ചേർത്ത് പുതച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സൂര്യരശ്മികൾ കണ്ണിലേക്ക് പതിച്ചപ്പോൾ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവനെ കാണേ തലേന്ന് രാത്രി നടന്ന ഓരോന്നോർത്ത് അവളുടെ മുഖം നാണത്താൽ ചുമന്നു. അവൾ അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ പുറകിലേക്ക് വകഞ്ഞു മാറ്റി നെറ്റിയിൽ സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ചു. അവനെ പതിയെ ബെഡിലേക്ക് ഇറക്കി കിടത്തി മറ്റൊരു പുതപ്പെടുത്ത് അവൾ ചുറ്റി വാഷ്റൂമിലേക്ക് പോയി. ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ നീറ്റിൽ അനുഭവപ്പെട്ടു. ശരീരത്തിൽ അങ്ങിങ്ങായി കരുനീൽച്ച് കിടക്കുന്ന പാട് കാണേ അവളുടെ മുഖത്ത് ഒരു ചിരി മിന്നി. വേഗം കുളിച്ച് മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ അപ്പോഴും ഉറക്കായിരുന്നു. അവക്കവൻ്റെ മുന്നിൽ നിൽക്കാൻ എന്തോ ഒരു മടി തോന്നി. അതുകൊണ്ട് തന്നെ വേഗം തല തോർത്തി കുളിപ്പിന്നിലിട്ട് നെറുകിൽ സിന്ദൂരമിട്ട് അവൾ വേഗം തന്നെ താഴേക്ക് പോയി. എന്നാ അവളുടെ ആ ഓട്ടം കണ്ട് അവൻ പതിയെ ചിരിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. നിലത്ത് കിടക്കുന്ന പെയിൻ്റ് എടുത്തിട്ട് അവനും ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി താഴെ ചെന്നപ്പോൾ തന്നെ അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല. അവളാണെങ്കിൽ അവൻ്റെ മുന്നിൽ പോവാതിരിക്കാൻ നോക്കുമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴാ പിന്നെ അവൻ അവളെ കാണാൻ കഴിഞ്ഞത്. അവൾ പതിയെ തലയുയർത്തി അവനെ നോക്കിയപ്പോൾ ഗൗരവത്തോടെയുള്ള അവൻ്റെ ഇരിപ്പ് കണ്ട് അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ദേവി, എൻ്റെ ദേവൻ നല്ല കലിപ്പിലാണല്ലോ. മുഖത്ത് നോക്കാൻ ചെറിയൊരു ചമ്മലുള്ളത് കൊണ്ടല്ലേ മുന്നിൽ ചെല്ലാതെ മാറി നടന്നേ. ഇതിപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയ അരച്ച് കളക്കി കുടിക്കുമെന്ന് തോന്നുന്നേ. അവൾ പിന്നെയും പതിയെ അവനെ നോക്കിയപ്പോൾ അവൻ അപ്പോഴും അവളെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. വേഗം തല താഴ്ത്തിയിരുന്നു. നിന്നെ നോക്കി ഇപ്പം ഞാൻ ചിരിച്ച് കാണിച്ചാ നീ എൻ്റെ 7 അയലത്ത് വരില്ല. അതുകൊണ്ട് കുറച്ച് ഗൗരവം തന്നെ നല്ലത്.
അതാവുമ്പോ നീ എന്നെ തണുപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഡാ, ഒന്ന് മരത്തിലൊക്കെ നോക്കടാ. ഒന്നുമില്ലെങ്കിലും അത് നിന്റെ ഭാര്യ തന്നെയല്ലേ? അവിടെ കാട്ടിക്കൂട്ടിൽ കണ്ട് കണ്ണൻ ദേവന്റെ കാതിൽ പതിയെ പറഞ്ഞു. മിണ്ടാതെ കഴിച്ചിട്ട് എനിക്ക് പോട കോപ്പേ. ദേവൻ അതും പറഞ്ഞ് വീണ്ടും അവളുടെ ചോരൂറ്റാൻ തുടങ്ങി. അവരോടൊന്നും പറഞ്ഞിട്ട് കാറിൽ നിന്ന് മനസ്സിലായപ്പോ കണ്ണൻ നിന്ന താമ്പിന്റെ മാത്രം എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ, എനിക്കുണ്ട് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ദേവന് നോക്കിയതും അവളുടെ രൂക്ഷമായ നോട്ടം കണ്ട് അവളൊന്ന് നോക്കി ഇളി പാസാക്കി. ദേവി, ഈ ദേവി കലിപൂണ്ടിരിക്കുവാണല്ലോ. ഇന്നലെ പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇതിപ്പോ ഞാൻ എങ്ങനെ ഒന്ന് മയപ്പെടുത്തും? അടുത്തിരിക്കുന്നവരോട് ചോദിക്കാം എന്ന് വെച്ചാ എന്റെ പെങ്ങളുടെ ചോര ഊറ്റുവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതും ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഐഡിയ കത്തിയതുപോലെ അവൻ വേഗം കഴിച്ചെഴുന്നേറ്റു. ഒന്നും വേണ്ടാതെ മുകളിലേക്ക് പോയി. അവന്റെ പോക്ക് കണ്ട് എല്ലാവരും വായ പൊളിച്ചിരുന്നു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.